കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ആയിട്ടുള്ള അഭിക് ചാറ്റർജിയുടെ റീസെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്നായിരുന്നു സാമ്പത്തിക നഷ്ടം പോലും ഞങ്ങൾ ക്ലബ്ബ് അടച്ചുപൂട്ടേണ്ട അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിരുന്നു. ക്ലബ്ബ് അടച്ചുപൂട്ടാൻ പോവുകയായിരുന്നു എന്നൊക്കെ. ഇങ്ങനെ അടച്ചുപൂട്ടാൻ പോവുകയായിരുന്നു എന്ന് കരഞ്ഞ് നിലവിളിക്കുമ്പം നമ്മൾ ആരാധകർ ആ വികാര വിക്ഷോഭത്തിലേക്ക് വീണു പോകരുത്. നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം. ഞാനും വളരെ വൈകി ചിന്തിച്ച ഒരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ അടച്ചുപൂട്ടാൻ ആഗ്രഹിക്കുന്ന അത്ര പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ കൂടിയാണ് യുവമാരെ കടന്നു പോകുന്നതെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് വാലൻസി ഹോൾഡിംഗ് ഉൾപ്പെടെയുള്ള ആളുകളെ ഈ ക്ലബ്ബ് വാങ്ങാൻ ക്യൂ നിന്ന സമയത്ത് ഇവന്മാർ എന്തുകൊണ്ട് വിറ്റില്ല? ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ ടേക്ക് ഓവർ ചെയ്യാൻ ആളുകളുണ്ട്. പക്ഷെ ഇവന്മാർ ചോദിക്കുന്ന ലോകത്തെങ്ങും ഇല്ലാത്ത വിലയും സെല്ലിംഗ് ക്ലോസ് കണ്ടീഷൻസും ഒന്നും ആർക്കും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസിങ് കപ്പാസിറ്റി ഉള്ള ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ ബ്രാൻഡിനെ വിറ്റാൽ വാങ്ങാൻ ആളില്ലെന്ന് ആര് വിശ്വസിക്കാനാണ്? ഈ ക്ലബ്ബ് വാങ്ങാനൊക്കെ ആളുകളുണ്ട്, പക്ഷെ ഇവന്മാർ ഉദ്ദേശിക്കുന്ന വാല്യുവേഷൻ കിട്ടത്തില്ല എന്നുള്ളതാണ് സത്യം. ഇവന്മാർക്ക് ഇതൊരു പൊന്മുട്ടയിടുന്ന താറാവ് തന്നെയാണ്. മാക്സിമം ഇതിനെ പിഴിഞ്ഞ് സാമ്പത്തിക ലാഭം ഊറ്റിയെടുക്കുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു ലക്ഷ്യമില്ല. അടച്ചുപൂട്ടലിന്റെ വക്കലിൽ നിൽക്കുന്നവർ എന്തുകൊണ്ട് ക്ലബിന്റെ ഷെയറുകൾ വിൽക്കാൻ തയ്യാറാവുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ദീസ് ഗെയിംസ് ആർ സെല്ലിങ് അവർ ഇമോഷൻസ്. നമ്മുടെ വികാരത്തിനെ, കാൽപന്തിനോടുള്ള അഭിനിവേശത്തിനെ വിറ്റ് കാശാക്കി കച്ചവടം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഫുട്ബോളിനോടോ ക്ലബിനോടോ ബാഡ്ജിനോടോ യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയില്ല. പ്യോർ ബിസിനസ്സാണ് മക്കളെ. അല്ലാതെ ക്ലബ്ബ് അടച്ചുപൂട്ടാൻ പോകുന്നവർ എന്തുകൊണ്ട് ക്ലബ്ബ് വിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ച കാര്യം മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് ഈ ഫുട്ബോൾ അക്കൗണ്ടൊക്കെ വേണമെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്താൽ മതി. അവനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ നടന്ന് പൊട്ടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ആ ഒരു ടീം തന്ന അവരാണ്. അവനെ കോൺടാക്ട് ചെയ്ത അത്യാവശ്യം നല്ല ടീം നിങ്ങൾക്ക് കിട്ടും. വേണമെങ്കിൽ ഞാൻ ജോയിനിങ് ലിങ്ക് കമൻറ്റിലും എല്ലാം പിൻ ചെയ്ത് വെക്കാം. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ വാങ്ങിച്ചാൽ വാങ്ങിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പൊട്ടിക്കൊണ്ടിരുന്നിടത്ത് നിന്നും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കളി പഠിക്കാൻ എന്നെ സഹായിക്കുന്ന ഒരു അക്കൗണ്ട് അവൻ തന്നാണ്. വേണമെങ്കിൽ നിങ്ങളൊന്ന് കയറി നോക്കിയോ.